കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പലരും ഇവിടെ ഓർപ്പിച്ചതുപോലെ 2 ആഴ്ചയുടെ ഇടവേളയിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരുമെന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള നിലയിൽ ആരും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമല്ല. എങ്കിലും ദൈവത്തിന് ഇങ്ങനെയാണ് പ്രസാദം തോന്നിയത്. അതോർത്ത് ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. ഈ മരണത്തെക്കുറിച്ച് ഞാൻ ഒരാളുമായിട്ട് പങ്കുവെച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയാണ്: നല്ല മരണം എന്നാണ്. പ്രിയ ബേബി അപ്പച്ചൻ 2 ആഴ്ച മുന്നേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ആ സമയത്ത് പ്രിയ മാതാവ് പ്രതികരിക്കാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. താൻ ആ മരണം അറിഞ്ഞില്ല എന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ എന്തോ ഒരു തോന്നൽ താൻ ആ മാറ്റം വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നു എന്നാണ്. പ്രിയ പിതാവിൻ്റെ സ്നേഹത്തോടുകൂടിയുള്ള പരിചരണവും പരിപാലനവും ഒക്കെ ആ നാളുകളിൽ താൻ ഏറ്റവും അനുഭവിച്ചിട്ടുള്ളതാണ്. ഒരുപക്ഷെ പ്രതികരിക്കാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യമാണെങ്കിലും ഉള്ളിൽ ഒരുപക്ഷെ അത് അറിയുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കാനായിട്ടാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. താൻ ആ സ്ഥാനത്ത് നിന്ന് മാറിയത് തനിക്കേറെ ഹൃദയവേദന ഉണ്ടാക്കിയ ഒരു കാര്യം തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ദൈവം തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അറിഞ്ഞ് ഈ നിലയിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് ഞാൻ ഓർക്കുകയും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്യുകയാണ്. പ്രിയ മാതാവിനെക്കുറിച്ച് വീണ്ടും ആവർത്തിച്ച് കഴിഞ്ഞ ചില നിമിഷങ്ങൾ ഓരോരുത്തരും പറഞ്ഞതായ കാര്യങ്ങൾ ആവർത്തിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു മാന്യ വനിത എന്നുള്ള നിലയിലാണ് എൻ്റെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ തന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ തനിക്കേ ഉള്ളതായിരിക്കുന്ന എൻ്റെ ഹൃദയത്തിലെ സ്ഥാനം എന്നുള്ളത്. 23 വർഷം മുൻപ് ഞാൻ വിവാഹിതനായി ഈ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ അന്നു മുതൽ ഈ പ്രിയപ്പെട്ടവളുമായി ഏറെ ഹൃദ്യമായ ബന്ധം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ സ്നേഹവും ബഹുമാനവും എനിക്ക് പ്രിയപ്പെട്ടവളോടുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, പല സന്ദർഭങ്ങളിലും ഞങ്ങളെ വളരെ സ്നേഹത്തോടെയും അതുപോലെ തന്നെ ഒരു മാതാവിൻ്റെ ആ ഒരു സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് തന്നെ പലപ്പോഴും ശാസനയുടേതായിരിക്കുന്ന ശബ്ദങ്ങളിലൂടെ പല കാര്യങ്ങൾ എന്നെയും എൻ്റെ ഭാര്യയും പറഞ്ഞ് മനസ്സിലാക്കി തന്നതൊക്കെയും ഞാൻ ഓർക്കുകയാണ്. ആ ഒരു കുടുംബത്തിലുള്ള സ്വാതന്ത്ര്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് ഓർപ്പിക്കുകയുണ്ടായി. ഈ സഹോദരങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. അത് സഹോദരങ്ങൾ എന്നുള്ള നിലയിൽ മാത്രമല്ല, ആ സഹോദരന്മാരുടെ അല്ലെങ്കിൽ സഹോദരന്മാരുടെ ഭാര്യമാരാണെങ്കിലും അല്ലെങ്കിൽ സഹോദരിമാരായിരിക്കുന്നവരുടെ ഭർത്താക്കന്മാരാണെങ്കിലും ആ നിലയിലുള്ള ഒരു സ്വാതന്ത്ര്യം ആ കുടുംബത്തിനകത്ത് പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വളരെ ആരോഗ്യകരമായ നിലയിലാണ് ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. അത് എന്നെ ഏറെ സന്തോഷിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പല സന്ദർഭങ്ങളിലും ഞങ്ങൾ കുടുംബമായിട്ട് കൊഴുവല്ലൂർ വീട്ടിലോട്ട് കടന്നു വരുമ്പോൾ അവിടെ ഞങ്ങൾ ചില ദിവസങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ പ്രിയ ബേബിപ്പച്ചനും അമ്മണിമാമയും കൂടെ ഞങ്ങളെ കാണാൻ വേണ്ടി പുത്തങ്കാവിൽ നിന്ന് അങ്ങോട്ടേക്ക് വരും. എന്നാൽ ഞാൻ പലപ്പോഴും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ആശ്ചര്യകരമായിട്ട് വിചാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ മടങ്ങിപ്പോകുന്നത് ചെങ്ങന്നൂർ വഴിയാണ്. മടങ്ങിപ്പോകുമ്പോൾ പുത്തങ്കാവിലുള്ള ഞങ്ങളുടെ വീട്ടിലൊന്ന് കയറണം എന്ന് പറഞ്ഞ സന്ദർഭങ്ങൾ ഞാൻ ഓർക്കുന്നില്ല. ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ മിക്കവാറും സന്ദർഭങ്ങളിൽ ഇവർ 2 പേരും കൂടെ ഞങ്ങൾ കൊഴുവല്ലൂർ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് അറിയുമ്പോൾ 2 പേരും കൂടെ ബേബി അപ്പച്ചൻ സ്കൂട്ടർ എടുത്ത് ഇവർ 2 പേരും കൂടെ അവിടെ വന്ന് ഞങ്ങളെ കണ്ട് കുറച്ച് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടാണ് പോകാറുള്ളൂ. ഞാൻ അത് പലപ്പോഴും വളരെ സന്തോഷത്തോടു കൂടി ഓർക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ മറ്റനേക കാര്യങ്ങൾ എനിക്ക് ഓർപ്പിക്കാനായിട്ടുണ്ടെങ്കിലും ആ നിലയിൽ കൂടുതൽ സമയം വിനിയോഗിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവളുടെ മാതൃതുല്യമായിരിക്കുന്ന സ്നേഹവും പരിചരണവും ശാസനയും പ്രബോധനവും ഒക്കെ കഴിഞ്ഞ നാളുകളിൽ അനുഭവിക്കാനിടയായത് ദൈവത്തോട് ഏറെ നന്ദിയുള്ളവനായിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആ കുടുംബത്തോടും ഉള്ളതായിരിക്കുന്ന വലിയ സ്നേഹം കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് പുലർത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ നിലയിൽ ഇവിടെ നിൽക്കാനായിട്ടിടയായത് എന്നുള്ളതും ഞാൻ ഓർക്കുകയാണ്. ദൈവവചന ശുശ്രൂഷയ്ക്കുള്ളതായിരിക്കുന്ന സമയമാണല്ലോ. ഒരു വ്യക്തിയുടെ മരണം എന്ന് പറയുന്നത് ഏത് പ്രായത്തിലുള്ള ആളാണെങ്കിലും മനുഷ്യനെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. ഒരു ഞെട്ടലോടെയാണ് ഏതൊരു വ്യക്തിയുടെ മരണവും ആരും ഓർക്കാറുള്ളൂ. അത് പ്രായവ്യത്യാസമില്ലാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്.
കുഞ്ഞുകുട്ടികളാണെങ്കിലും യൗവനക്കാരാണെങ്കിലും മധ്യവയസ്കരാണെങ്കിലും വാർദ്ധക്യത്തിലേക്ക് വന്നിട്ടുള്ളവരാണെങ്കിലും ഒരു വ്യക്തി ഈ ലോകം വിട്ടു പോയി എന്ന് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലോടെയാണ്, അല്ലെങ്കിൽ ഒരു അല്പം സങ്കടത്തോടെയാണ് ആ വാർത്ത നാം എല്ലാവരും ശ്രവിക്കാറുള്ളത്. അങ്ങനെയുള്ള ഒരു സമയമാണ് ഈ ഒരു സമയം എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ പ്രിയ മാതാവിനോടുള്ള ബന്ധത്തിൽ, തൻ്റെ വേർപാടിനോടുള്ള ബന്ധത്തിൽ നാം ആരും വലിയ വിലാപങ്ങളൊന്നും കഴിക്കുന്നില്ലെങ്കിലും ഇത് ഒരു വിലാപത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സങ്കടത്തിൻ്റെ അവസ്ഥയാണ്. ഏതൊരു വ്യക്തിയും ദീർഘകാലം ഈ ലോകത്തിൽ ജീവിച്ച് കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തിയോട് ബന്ധപ്പെട്ട കുടുംബാംഗങ്ങൾ, സ്നേഹിതര്, സഭാംഗങ്ങൾ, അയൽവാസികൾ എല്ലാവർക്കും ഹൃദയത്തിൽ വേദനയാണ്. മറ്റേതൊരു സന്ദർഭവും മാറ്റിവെച്ചിട്ട് അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലേക്ക് നാം കടന്നു വരികയാണ്. ഇത് ഏറ്റവും മാന്യമായിരിക്കുന്ന ഒരു സ്ഥലമാണ്. നാം ഓർത്തതുപോലെ വിശുദ്ധന്മാർക്ക് യോഗ്യമാം വണ്ണം, അതുപോലെ തന്നെ ഭക്തന്മാർക്ക് യോഗ്യമാകും വണ്ണമുള്ള ഒരു ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത്. ഇത് വിശുദ്ധമായിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്, ആത്മീയമായിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. വളരെയധികം ഭക്തിയോടും ഭയത്തോടും കൂടെയാണ് നാം ഈ സന്നിധാനത്തിൽ ആയിരിക്കുന്നത്. നാം സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നത് അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം, ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. ഞാൻ ആ വാക്യം ഒരിക്കൽ കൂടെ വായിക്കുകയാണ്: വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നത് നല്ലത്, അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം, ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് പല കാര്യങ്ങളും ഓർക്കാനായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള സമയങ്ങളിൽ നമ്മുടെ സ്മൃതിപഥത്തിലേക്ക് കടന്നു വരാത്ത പല ചിന്തകളും കടന്നു വരുന്ന ഒരു സ്ഥാനമാണ് ഒരു ശവസംസ്കാര ശുശ്രൂഷ എന്നുള്ള സ്ഥലം. നാം ഇപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ആയിരിക്കുന്നത്. ശലോമോൻ പറയുകയാണ്, വിരുന്ന് വീട്ടിൽ അഥവാ ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്ന, വിവാഹം എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു സമയമാണ്. ആ ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഒരു വിലാപ ഭവനത്തിലേക്ക് കടന്നു വരുന്നത് നല്ലതാണ്. എന്തുകൊണ്ടായിരിക്കാം വിലാപ ഭവനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിലേക്ക് കടന്നു വരുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചമാണ്, ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയുന്നത്? അദ്ദേഹം തന്നെ അതിനോട് ചേർത്ത് പറയുന്നുണ്ട്, അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം. ഈ ലോകത്തിലുള്ളതായിരിക്കുന്ന അവരുടെ യാത്ര അതോടുകൂടെ അവസാനിക്കുകയാണ്. ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളുമെന്നാണ്. മരിച്ചു പോയതായിരിക്കുന്ന ആൾക്ക് പിന്നീടൊന്നും കരുതാനായിട്ടില്ല. അവരുടെ ജീവിതം ഈ ലോകത്തിൽ ഉണ്ടായിരുന്നത് അവസാനിച്ചു. എന്നാൽ ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ നാം പല കാര്യങ്ങൾ അയവിറക്കുകയും നാം അനുസ്മരണമായിട്ടൊക്കെ കേൾക്കുകയും ചെയ്തു. ഇവിടെ നടക്കുന്ന ശുശ്രൂഷ എന്നുള്ളത് പ്രിയ മാതാവിന് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയല്ല. അമ്മിണിമാമയ്ക്ക് വേണ്ടിയുള്ള ഒരു കർമ്മവും ഇവിടെ ആരും ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കുന്ന പല വിശ്വാസങ്ങളുമുണ്ട്. ഞാൻ അതിനെ കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയല്ല. പക്ഷേ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തിട്ടാണ് ഇവിടെ നിന്ന് പോകേണ്ടത്. ഒരാൾ മരിച്ചതിന് ശേഷം ആ വ്യക്തിക്ക് വേണ്ടി ഒരു ശുശ്രൂഷയും ചെയ്തിട്ട് ഒരു കാര്യമില്ല. വിശുദ്ധ വേദപുസ്തകം പറയുന്നത് അങ്ങനെയാണ്. ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് വേണ്ടതായ കാര്യങ്ങൾ ചെയ്യേണ്ടത്. മരണത്തിന് ശേഷം ഒരു ശുശ്രൂഷയും ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ ഫലകരമാകുന്നില്ല, പ്രയോജനമാകുന്നില്ല എന്ന് തന്നെയാണ് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളൊന്നും പ്രിയ മാതാവിന് വേണ്ടിയിട്ടുള്ളതല്ല, മരിച്ചുപോയതായിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ അനുസ്മരണങ്ങൾ പറഞ്ഞത് ഇവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഈ വചന ശുശ്രൂഷ ചെയ്യുന്നത് ഇവിടെ ജീവിച്ചിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. തുടർന്ന് നടക്കേണ്ടതായിരിക്കുന്ന ശുശ്രൂഷകളെല്ലാം ജീവിച്ചിരിക്കുന്നതായ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. നാം എന്താണ് ഈ കാര്യത്തോടുള്ള ബന്ധത്തിൽ, ഈ മരണത്തോടുള്ള ബന്ധത്തിൽ, ഈ ശവസംസ്കാര ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഹൃദയത്തിൽ കരുതിക്കൊള്ളേണ്ടത്? നാം ഇവിടെ വരുമ്പോൾ ചിന്തിക്കേണ്ടതായിരിക്കുന്ന കാര്യം എന്താണ്? വിലാപഭവനത്തിൽ പോകുന്നത് നല്ലതായിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഒന്ന്, നാം ഇവിടെ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതം എത്ര നശ്വരമാണ്, എത്ര ചെറിയ കാലയളവിലേക്കുള്ളതാണ് എന്നുള്ള കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്.
വി ആർ റിമൈൻഡഡ് ഓഫ് ദ ബ്രെവിറ്റി ഓഫ് അവർ ലൈഫ് ഇൻ ദിസ് വേൾഡ്. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം എത്ര ചെറിയതായ ജീവിതമാണ് എന്നുള്ള കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയ അമ്മണിമാമ 83 വർഷം ജീവിച്ചു. ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. 83 വർഷക്കാലം ജീവിച്ച പ്രിയ മാതാവ് ഏതാണ്ട് 30,000 ദിവസമാണ് ഈ ലോകത്തിൽ ജീവിച്ചത്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, 30,000 ദിവസമേ ജീവിച്ചിട്ടുള്ളൂ. ഒരു 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാള്, ഒരു ആവറേജ് 60 വയസ്സ് വരെ ജീവിക്കുന്ന ആളുകളാണല്ലോ നമ്മുടെ രാജ്യത്ത് കൂടുതലും ഉള്ളത്. 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾ കേവലം ഒരു 21,000 ദിവസം മാത്രമേ ഈ ലോകത്തിൽ ജീവിക്കൂ. മാതാവ് ഏതാണ്ട് 30,000 ദിവസത്തോളം ഈ ലോകത്തിൽ ജീവിച്ചു എന്ന് പറയുമ്പോൾ ആ ജീവിതത്തിൽ ഏകദേശം നമ്മുടെയൊക്കെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ നോക്കിയാലും ഏതാണ്ട് 1/3 ഭാഗം നാം വിശ്രമിക്കാനായിട്ട് എടുക്കുന്ന സമയമാണ്, ഉറങ്ങാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും വേണ്ടി. അങ്ങനെ പോയാൽ പിന്നെ ഒരു 20,000 ദിവസമേ ബാക്കിയുള്ളൂ. ഞാൻ ഈ മാതാവിൻ്റെ കാര്യമാണ് പറയുന്നത്. പിന്നീടുള്ളതായിരിക്കുന്ന ആ 20,000 ദിവസത്തിനകത്ത് സാധാരണ നിലയിലുള്ളതായിരിക്കുന്ന കാര്യങ്ങളും ദിനകൃത്യങ്ങളും അതുപോലെയുള്ള ദിനംപ്രതിയുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മറ്റൊരു ഭാഗം നാം നീക്കിവെക്കുകയാണ്. മറ്റൊരു 10,000 ദിവസം അങ്ങനെ പോയി. എന്നാൽ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ, തൻ്റെ ജോലിയോടുള്ള ബന്ധത്തിലും മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനും ആ നിലയിലൊക്കെ ഏകദേശം ഒരു 10,000 ദിവസമാണ് പ്രിയ മാതാവ് ചെലവിട്ടത്. അതിനേക്കാൾ താഴെ 50 വയസ്സ് ജീവിച്ചവരും 60 വയസ്സ് ജീവിച്ചവർക്കും ഈ 10,000 ദിവസം പോലും കിട്ടുന്നില്ലെന്നുള്ള കാര്യം നാം ഓർക്കണം. യാക്കോബിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ജീവൻ എന്തുള്ളൂ, അത് അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മാഞ്ഞു പോകുന്നതുമായിരിക്കുന്ന ഒരു ആവി പോലെയാണ്. ഇറ്റ് ഈസ് ലൈക്ക് എ വേപ്പർ. ഒരു ആവി പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം ഈ ലോകത്തിലായിരിക്കുന്നത്. അല്പസമയത്തേക്ക് മാത്രമുള്ളതായിരിക്കുന്ന ഒരു കാര്യം. 103-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് നമ്മുടെ ആയുസ് പുല്ല് പോലെയാണെന്നാണ്. പൂ പോലെ അവൻ പൂക്കുന്നു, അതിനുശേഷം അത് വാടിപ്പോവുകയാണ്. കേവലം ഒരു പൂ പോലെ, പുല്ല് പോലെയാണ് മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത്. ഏറെയായാൽ 80 വർഷം എന്ന് 90-ാം സങ്കീർത്തനത്തിൽ മോശ പറയുകയാണ്. മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80. ഈ പ്രിയ മാതാവ് 83 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ചു. പ്രിയ പിതാവ് 89 വയസ്സിലാണ് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയത്. പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിൽ ജീവിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് കേവലം ചില ദിവസങ്ങൾ മാത്രമാണ്. ചുരുക്കമായിരിക്കുന്ന ഒരു കാലയളവ് മാത്രമാണ് നമുക്കുള്ളത് എന്നുള്ള തിരിച്ചറിവ് നമുക്കൊക്കെയും ലഭിക്കുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ്. 83 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് പറയട്ടെ, ഈ കാലഘട്ടത്തിലൊക്കെ അതൊരു വലിയ അനുഗ്രഹമാണ്. തലമുറകളെ കാണാനായിട്ട് കഴിയുന്നതെന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതം അത് വളരെ ചെറിയൊരു കാലയളവിലുള്ളതാണ് എന്നുള്ളത് തിരിച്ചറിയുവാനായിട്ട് ഈ സന്ദർഭം നമുക്ക് ഉപയോഗിക്കാം. മാത്രമല്ല, ഇങ്ങനെയുള്ളതായിരിക്കുന്ന സന്ദർഭങ്ങളിലേക്ക് കടന്നു വരുമ്പോഴാണ് മരണമെന്ന് പറയുന്നത് സാർവത്രികമാണ് എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാനായിട്ട് കഴിയുന്നത്. വി ആർ റിമൈൻഡഡ് ദാറ്റ് ഡെത്ത് ഈസ് കോമൺ ഫോർ ഓൾ. എല്ലാവർക്കും ഈ മരണത്തെ ഒരു നാൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. മരണമില്ലാതെ കടന്നു പോകുന്നതായിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. കർത്താവിൻ്റെ വരവെങ്കിൽ കർത്താവിൽ ജീവിച്ചിരിക്കുന്ന, കർത്താവിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവർ മരണം കാണാതെ ഇവിടെ നിന്ന് എടുക്കപ്പെടും. അതിലല്ലാത്തതായിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരും ഈ ലോകത്തിൽ അവർ മരണം കാണേണ്ടവരാണ് എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇയ്യോബിൻ്റെ പുസ്തകം ഇവിടെ പലരും ഉദ്ധരിക്കുകയുണ്ടായി. 17-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇയ്യോബ് പറയുന്ന ആ ഒരു പ്രയോഗം എങ്ങനെയാണ്? എൻ്റെ ആയുസ് ക്ഷയിച്ചു പോകുന്നു, അത് കെട്ടുപോവുകയാണ്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ദ ഗ്രേവ് ഈസ് റെഡി ഫോർ മീ. ശ്മശാനം എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു. നമ്മൾ ആരെങ്കിലും എപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണോ? ഈ പ്രിയ മാതാവിനെ അല്പനേരം കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഒരു പെട്ടിക്കകത്താക്കി ഈ പുത്തങ്കാവ് സഭയുടെ സെമിട്രിയിൽ കൊണ്ടുപോയി സംസ്കരിക്കും. ഒരുപക്ഷെ ഈ സഭയോട് ബന്ധപ്പെട്ടുള്ളതായിരിക്കുന്ന ആളുകൾ പലരും ഇവിടെയുണ്ട്. ഒരുപക്ഷെ അടുത്ത ആ ശ്മശാനത്തിൽ, ആ സെമിത്തേരിയിൽ അടുത്തതായിട്ട് കടന്നു പോകുന്നത് ഒരുപക്ഷെ ഈ സഭയിലുള്ളതായിരിക്കുന്ന, ഒരുപക്ഷെ ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്നതായിരിക്കുന്ന സ്ഥലത്തുള്ളതായിരിക്കുന്ന ആ സെമിത്തേരിയിലേക്ക് അടുത്തതായി കടത്തു പോകുന്നതായിരിക്കുന്ന, അല്ലെങ്കിൽ അടുത്തതായിട്ട് അവിടെ വെക്കാൻ പോകുന്ന ആ മൃതശരീരം എന്ന് പറയുന്നത് എൻ്റെ ശരീരമായിരിക്കാം.
ശ്മശാനം എനിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. നാം എപ്പോൾ മരിക്കുമെന്നുള്ളത് നമുക്കാർക്കും അറിയാനായിട്ട് കഴിയുന്ന കാര്യമല്ല. പക്ഷേ നാം ഉറപ്പായും മരിക്കും എന്നുള്ളത് നാം ഓർത്തിരിക്കണം. ഇബ്രാഹിം നാം വായിക്കുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കായി ദൈവം നിയമിച്ചിരിക്കുന്നു. ഞാനും നിങ്ങളും മരിക്കേണ്ടവരാണ്, എന്നേക്കും ഇവിടെ ജീവിച്ചിരിക്കേണ്ടവരല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ്, പലപ്പോഴും ഇങ്ങനെയുള്ളതായിരിക്കുന്ന സമയങ്ങളിലാണ് നാം അത് ഓർക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ചിന്തയൊന്നുമില്ല. ഞാൻ ഇന്ന് മരിക്കും നാളെ മരിക്കുമെന്നൊന്നും നമ്മളാരും ചിന്തിക്കുന്നില്ല. പക്ഷേ അത് സംഭവിക്കാം എന്നുള്ളത് ഞാനും നിങ്ങളും ഓർത്തിരിക്കേണ്ടതായിരിക്കുന്ന കാര്യമാണ്. മൂന്നാമത്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഭൗതികമായിരിക്കുന്ന ലൗകികമായിരിക്കുന്ന കാര്യങ്ങളുടെ പുറകെ പോകുന്നതിൻ്റെ അർത്ഥശൂന്യത നാം മനസ്സിലാക്കുന്നത്. We are reminded of the futility of going after material things. ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളുടെ പുറകെ പോകുന്നതിൻ്റെ ഒരു അർത്ഥമില്ലായ്മ, അല്ലെങ്കിൽ അതിൻ്റെ യാതൊരു തരത്തിലുള്ള പ്രയോജനമില്ലായ്മ നാം തിരിച്ചറിയുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ്. പ്രിയമുള്ളവരെ, നാം ഇവിടെ ജീവിച്ചു, എത്ര വർഷം ജീവിച്ചു, എന്തെല്ലാം നാം ഈ ലോകത്തിൽ ഭൗതികമായിരിക്കുന്ന കാര്യങ്ങൾ നാം ഒക്കെ അത് സ്വരുക്കൂട്ടി വെച്ചാലും, എത്രയധികം സമ്പാദ്യം ഭൗതികമായിട്ടുള്ള നിലയിൽ ഞാനും നിങ്ങളുമൊക്കെ ഉണ്ടാക്കിയാലും, ഒരു ദിവസം നാം ഇവിടുന്ന് പോകുമ്പോൾ അതിൽ ഒരു രൂപ പോലും, ഒരു ചില്ലിക്കാശ് പോലും ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് നമുക്കാർക്കും കഴിയുകയില്ല എന്നുള്ളത് നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഇയ്യോബ് പറഞ്ഞതായിരിക്കുന്ന കാര്യമുണ്ട്, നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഇവിടെ നിന്ന് പോകും. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതുമല്ല. ഭൗതികമായിരിക്കുന്ന എല്ലാ നേട്ടങ്ങളും നാം ഇവിടെ ഉപേക്ഷിച്ച് നാം ഇവിടെ നിന്ന് പോകേണ്ടവരാണ്. ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ നാം ഒത്തിരി സന്തോഷിക്കുന്നവരാ, അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഭൗതികമായിരിക്കുന്ന നിലയിലുള്ള കാര്യങ്ങളൊന്നും സമ്പാദിക്കേണ്ട എന്നല്ല പറഞ്ഞത്. അത് വേണം, അത് ആവശ്യമാണ്, അത് പല നിലകളിൽ പ്രയോജനപ്പെടുന്നതാണ്, മറ്റുള്ളവർക്കും കൂടെ പ്രയോജനമുള്ളതായിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഒരു കാര്യം, അതിൻ്റെ പുറകെ മാത്രമായിട്ട് നാം നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകൾ പറഞ്ഞു, അല്ലെങ്കിൽ ചിന്തകൾ പായിച്ചുകൊണ്ട് ആ ദ്രവ്യം സമ്പാദിക്കാനായിട്ടുള്ള വലിയ ശ്രമത്തിൻ്റെ ആ ശ്രമത്തിൽ നാം നടക്കുമ്പോൾ പലപ്പോഴും നാം വിസ്മരിച്ചു പോകുന്നതായിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ആത്മാവിന് വേണ്ടതായിരിക്കുന്ന കാര്യം വേണ്ട നിലയിൽ നാം തയ്യാറെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. എൻ്റെ ശരീരത്തിന് വേണ്ടിയുള്ളതായിരിക്കുന്ന കാര്യങ്ങളും ശരീരത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയും സുഖത്തിന് വേണ്ടിയും ഞാൻ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ ആത്മാവിന് വേണ്ടിയത് എന്താണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഞാനും നിങ്ങളും ഓർത്തിരിക്കാനായിട്ടിടയാകണം. ഭൗതികമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി, ശരീരത്തിന് വേണ്ടി ചെയ്തതൊക്കെയും അത് വ്യർത്ഥമാണ്, അതെല്ലാം ഇവിടെ അവസാനിക്കുന്നതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. നാലാമത്, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്നുള്ളത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ ഇങ്ങനെയുള്ള ഒരു വിലാപ ഭവനം അല്ലെങ്കിൽ ഒരു വിലാപ സ്ഥാനം എന്ന് പറയുന്നത്. വി ആർ റിമൈൻഡഡ് ഓഫ് എ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. മരണം കൊണ്ട് എല്ലാം അവസാനിക്കുകയല്ല, മരണം ഒരു ആരംഭമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് എന്നാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, പൊടി അത് ഭൂമിയിലേക്ക് തന്നെ മടങ്ങിപ്പോകും, ആത്മാവ് അത് ദൈവത്തിങ്കിലേക്ക് പോകുമെന്നാണ്. അത് നൽകിയതായിരിക്കുന്ന ദൈവത്തിങ്കിലേക്ക് പോകും. പൊടി അല്ലെങ്കിൽ നമ്മുടെ ശരീരമൊക്കെ അത് പഴയതുപോലെ തന്നെ പൊടി അത് നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ എവിടെ നിന്നാണോ വന്നത് അത് വന്നതായിരിക്കുന്ന അതേ ഭൂമിയിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നതാണ്. എന്നാൽ ആത്മാവ് അത് ദൈവത്തിങ്കിലേക്ക് പോകും എന്ന് നാം വായിക്കുന്നു. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രധാനമായിട്ടും 3 സ്റ്റേജസ് ആണ് ഉള്ളത്, 3 ഘട്ടങ്ങളാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലുള്ളത്. അതിലൊന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് 9 മാസക്കാലം അതിൻ്റെ മാതാവിൻ്റെ ഉദരത്തിനകത്ത് കിടക്കുന്നതായിരിക്കുന്ന കാലമാണ്. ആ മാതാവിൻ്റെ ഉദരത്തിനകത്ത് കിടക്കുന്നതായിരിക്കുന്ന 9 മാസം
ഈ കുഞ്ഞ് പുറത്തുള്ളതായിരിക്കുന്ന ലോകം, അതിൻ്റെ അടുത്ത ഘട്ടം എന്താണെന്നുള്ളതൊന്നും അറിയുന്നില്ല, അതിനകത്ത് കിടക്കുവാണ്. അതിൻ്റെ ലോകം എന്ന് പറയുന്നത് ആ മാതാവിൻ്റെ ഉദരത്തിനകമാണ്, ആ വൂംബ്, ആ ഗർഭപാത്രത്തിനകമാണ് അതിൻ്റെ ലോകമെന്ന് പറയുന്നത്. പക്ഷെ ഈ 9 മാസക്കാലം എന്താണ് ആ കുഞ്ഞ് ഈ ഗർഭപാത്രത്തിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിന് ശേഷമുള്ളതായിരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിലേക്ക് വേണ്ടി ആ ഒരു പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ 9 മാസം കൊണ്ടാണ് ആ കുഞ്ഞിൻ്റെ ശരീരം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഒരുങ്ങുന്നത്. ആ മാതാവിൻ്റെ ശരീരത്തിൽ നിന്നുള്ളതായിരിക്കുന്ന ആ ഊർജമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അത് ഈ ലോകത്തിലേക്ക് വരാനായിട്ടുള്ള തയ്യാറെടുപ്പ് ഈ 9 മാസത്തിൽ കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് തൻ്റെ ജനനം മുതൽ മരണം വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടമാണ്. ആ ജനനം മുതൽ മരണം വരെയുള്ളതായിരിക്കുന്നതാണ് 2ാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. 3ാമത്തെ ഘട്ടമാണ് മരണത്തിന് ശേഷമുള്ളതായിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. ഈ വ്യക്തിയുടെ 1ാമത്തെ ഘട്ടം 2ാമത്തെ ഘട്ടത്തിന് വേണ്ടിയുള്ളതായിരിക്കുന്ന തയ്യാറെടുപ്പാണെങ്കിൽ, പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം ഇങ്ങനെ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ 2ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ 3ാമത്തെ ഘട്ടത്തിലേക്ക് വേണ്ടതായിരിക്കുന്ന തയ്യാറെടുപ്പുകൾ നടത്താനായിട്ടുള്ള സമയമാണ്. ഇവിടെ ജീവിച്ച് ഇവിടെയുള്ളതായിരിക്കുന്ന സന്തോഷങ്ങളും സുഖങ്ങളും ഒക്കെ അനുഭവിച്ച് ആ നിലയിൽ മുമ്പോട്ട് പോകേണ്ടതായിരിക്കുന്ന ഒരു കാലഘട്ടമായിട്ടല്ല വിശുദ്ധ തിരുവെഴുത്ത് അതിനെക്കുറിച്ച് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ 3ാമത്തെ ഘട്ടം, മരണത്തിന് ശേഷമുള്ളതായിരിക്കുന്ന ആ സമയത്തിന് വേണ്ടി ഒരുങ്ങാനായിട്ടുള്ള സമയമാണ്. അതിന് നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു സമയമാണ് ഈ സമയം എന്ന് പറയുന്നത്. നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? 5ാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വിലാപഭവനത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്ന് ചോദിച്ചാൽ, ആ വിലാപഭവനത്തിലേക്ക് പോകുമ്പോഴാണ് നാം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഓർക്കുന്നത്. വി ആർ റിമൈൻഡഡ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഇവിടെ പ്രിയ ജോർജ് കുട്ടിയപ്പച്ചൻ ഓർപ്പിച്ചപ്പോൾ ആ കാര്യം ഓർപ്പിക്കുകയുണ്ടായി. 1000കണക്കിന് വർഷം മുമ്പ് ഇയ്യോബ് ഒരു ചോദ്യം ചോദിച്ചു: ഒരു മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? മരണശേഷം അവൻ എവിടെ? ആ ചോദ്യത്തിന് മനുഷ്യ ചരിത്രത്തിൽ ഉത്തരം നൽകിയതായിരിക്കുന്ന ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. മനുഷ്യന്റെ ചരിത്രം ആദം മുതൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇന്ന് വരെയുള്ള മനുഷ്യ ചരിത്രത്തിൽ ഒരു മനുഷ്യൻ മരിച്ചാൽ എവിടെയെന്നും, ആ മനുഷ്യൻ മരിച്ചാൽ എവിടെ പോകുന്നുവെന്നും, മനുഷ്യൻ മരിച്ചാൽ പിന്നെയും ജീവിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരു വ്യക്തി മാത്രമേ വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകിയിട്ടുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ സന്ദർഭത്തിലാണ് നാം നമ്മുടെ ഭാവി ജീവിതത്തെ ഓർക്കാനായിട്ട് ഇടയാകേണ്ടത്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നതായിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതൊക്കെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന മിക്കവാറും ആളുകൾക്കറിയാം. മനുഷ്യൻ പാപിയായിട്ട് ഈ ലോകത്തിൽ ജനിച്ച് പാപിയായി ജീവിച്ച് പാപിയായി മരിച്ചു പോകുമ്പോൾ പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ അവന് നിൽക്കാനായിട്ട് കഴിയുകയില്ല. ദൈവസന്നിധിയിലേക്ക് അവന് പ്രവേശനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ പാപത്തിന് പരിഹാരമുണ്ടായെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ പാപത്തിന് പരിഹാരം വരുത്താനായിട്ട് മനുഷ്യർ ഇന്ന് പലതരത്തിലുള്ളതായിരിക്കുന്ന മാർഗങ്ങൾ അത് സ്വീകരിച്ചും അത് അവരുടെ സ്വയചിന്തയിൽ അങ്ങനെയൊക്കെയാണ് എന്ന് കരുതി പലതും ചെയ്ത് മുൻപോട്ട് പോവുകയാണ്. ചില നല്ല പ്രവൃത്തികളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയുമെന്നാണ്, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ നേടാൻ കഴിയുമെന്നാണ്, സ്വർഗം അവകാശമാക്കാൻ കഴിയുമെന്നൊക്കെ അവർ ചിന്തിക്കുകയാണ്. എന്നാൽ വിശുദ്ധ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, ഒരു സൽപ്രവൃത്തിയും നിങ്ങളെ രക്ഷിക്കുകയില്ല, ഒരു തരത്തിലുള്ളതായിരിക്കുന്ന തീർത്ഥാടനവും നിങ്ങളെ രക്ഷിക്കുകയില്ല, ഒരു കർമ്മമാർഗവും നിങ്ങളെ രക്ഷിക്കുകയില്ല, ലോകത്തിലുള്ളതായിരിക്കുന്ന ഒരു മതത്തിനും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല, ഒരു മത നേതാവിനും നിങ്ങളെ രക്ഷിക്കാനായിട്ട് കഴിയില്ല. നിങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളതായിരിക്കുന്ന ഒരേ ഒരുവൻ, അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്. മരണത്തിനപ്പുറത്തേക്കുള്ളതായിരിക്കുന്ന കാര്യത്തെ പറഞ്ഞു തരാനായിട്ട് കഴിവുള്ളതായിരിക്കുന്ന ഒരേ ഒരു വ്യക്തി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റതായിരിക്കുന്ന ക്രിസ്തുവിന് മാത്രമാണ്. അവനാണ് 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പകരമായിട്ട് കാൽവറി ക്രൂശിൽ മരിച്ചത്. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാപപരിഹാരം എൻ്റെ ജീവിതത്തിൽ എൻ്റെ പാപത്തിന് വേണ്ടിയായിരുന്നു, എൻ്റെ പാപത്തെ പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു, എൻ്റെ ശിക്ഷയാണ് അവൻ കാൽവറി ക്രൂശിൽ ഏറ്റെടുത്തത് എന്നുള്ളത്
ഹൃദയത്തിൽ വിശ്വസിച്ച ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ആ വ്യക്തി ക്രിസ്തുവിൽ ഒരു വിശ്വാസിയായിട്ട് തീരുകയാണ്, ക്രിസ്തുവിൽ ജനിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തീരുകയാണ്. ആ വ്യക്തി വീണ്ടും ജനിച്ചതായിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. അങ്ങനെ വീണ്ടും ജനിച്ച ഒരാൾക്ക് മാത്രമാണ് പാപം പരിഹരിക്കപ്പെട്ടതായിരിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിൽക്കാനായിട്ട് കഴിയുക. അങ്ങനെയുള്ളതായിരിക്കുന്ന അനേകർ ഇവിടെ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. എന്നാൽ ആരെങ്കിലും അങ്ങനെ കർത്താവിൽ വിശ്വസിച്ച് ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവർ, ഈ സന്ദർഭത്തിൽ ഒരു വാക്ക് ബുദ്ധി ഉപദേശിക്കട്ടെ. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് രക്ഷ അവകാശമാക്കി, നിത്യജീവൻ അവകാശമാക്കി, മരിച്ചാൽ ക്രിസ്തുവിനോട് കൂടെ, അവനോടുകൂടെ, ദൈവത്തോടുകൂടെ സ്വർഗത്തിലായിരിക്കുമെന്നുള്ള കർത്താവിൻ്റെ വാഗ്ദത്തം അത് ഉറപ്പായിട്ട് നമുക്ക് വിശ്വസിക്കാനായിട്ടും അത് അങ്ങനെ തന്നെ എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ മുമ്പോട്ട് പോകാനായിട്ടും കഴിയും. അങ്ങനെയുള്ളതായിരിക്കുന്ന ആ പ്രത്യാശയുള്ളവർക്ക് ഈ സന്ദർഭത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയ അമ്മണി മഹാമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ മാനുഷികമായിരിക്കുന്ന ദുഃഖമുണ്ടെങ്കിലും ഒരു പ്രത്യാശയുണ്ട്. ഞങ്ങൾ ഈ പ്രിയ മാതാവിനെ വീണ്ടും കാണും, ഞാൻ ഈ പ്രിയ മാതാവിനെ വീണ്ടും കാണും. അതുകൊണ്ട് ഈ പ്രിയ മാതാവിനെ ഇന്ന് ഈ ശരീരത്തോട് നാം യാത്ര പറയുന്നെങ്കിലും ഒരു നാൾ യാതൊരു വിധമായ ബലഹീനതകളും ഇല്ലാത്ത നിലയിൽ കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ ആ നീതി സൂര്യൻ ഉദിക്കുന്ന ആ പ്രഭാതത്തിൽ ഈ മാതാവിനെ നാം വീണ്ടും കാണുമെന്നുള്ളതായിരിക്കുന്ന വലിയ പ്രത്യാശയാണ്. ഒരിക്കലൊരു പിതാവ് തൻ്റെ മരണക്കിടക്കയിൽ തൻ്റെ മക്കളെ എല്ലാവരെയും തൻ്റെ അടുത്ത് വിളിച്ചു. തനിക്ക് പല മക്കളുണ്ടായിരുന്നു. അതിൽ എല്ലാ മക്കളെയും അടുത്ത് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അധികം താമസിയാതെ മരിക്കാനായിട്ട് പോവുകയാണ്. എല്ലാം പറഞ്ഞതിന് ശേഷം ഓരോ മക്കളെയും വിളിച്ചിട്ട് താൻ അവരോട് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു. ഗുഡ് നൈറ്റ്, ശുഭരാത്രി, ഗുഡ് നൈറ്റ് എന്നാണ് ചില മക്കളോട് പറഞ്ഞത്. ഒരു മകനെ മാത്രം വിളിച്ചിട്ട് ആ പിതാവ് പറഞ്ഞു ഗുഡ് ബൈ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മകന് ആശ്ചര്യമായി. ബാക്കിയുള്ള എല്ലാവരോടും ഈ പിതാവ് ഗുഡ് നൈറ്റ് പറഞ്ഞു, എന്നോട് മാത്രം എന്താണ് ഗുഡ് ബൈ പറഞ്ഞത് എന്നുള്ളത് അറിയാനായിട്ടുള്ള ആകാംക്ഷയിൽ ഈ മകൻ ആ പിതാവിന്റെ അടുക്കലേക്ക് ചെന്നപ്പോ ഈ പിതാവ് പറഞ്ഞു, മോനെ, എൻ്റെ മക്കളിൽ ബാക്കിയുള്ളതായിരിക്കുന്ന എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടവരാണ്. ആ മക്കളെ ഓരോരുത്തരെയും ഞാൻ ഇനിയും ഒരു ദിവസം കാണും. ഈ ഒരു രാത്രി, ഈ ഒരു നിദ്രയുടെ സമയം കഴിഞ്ഞതിന് ശേഷം പ്രഭാതത്തിൽ, നീതി സൂര്യൻ ഉദിക്കുന്ന ആ പ്രഭാതത്തിൽ ഞാൻ അവരെ വീണ്ടും കാണും. അതുകൊണ്ടാണ് ഞാൻ അവരോട് ഗുഡ് നൈറ്റ് പറഞ്ഞത്. പക്ഷെ നീ ഈ യേശു കർത്താവിനെ ഇന്നുവരെയും സ്വീകരിച്ചിട്ടില്ല. നീ ഈ കാര്യം ചെയ്യാത്തത് കൊണ്ട് ഞാൻ ഇന്ന് മാറ്റപ്പെട്ടാൽ പിന്നെ ഒരിക്കലും നിന്നെ എനിക്ക് കാണാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഗുഡ് ബൈ പറഞ്ഞത് എന്ന് ഈ പിതാവ് ഈ മകനോട് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇത് ചിന്തിപ്പിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ പ്രിയ മാതാവിനോട് ഞാൻ ഇന്ന് ഗുഡ് നൈറ്റാ പറയുന്നത്, ഗുഡ് ബൈ അല്ല. ഞാൻ പറയുന്നത് ഗുഡ് നൈറ്റ് ആണ്. പ്രിയമണി മാമേ, നാം ഇനിയും കാണും. ഈ ഒരു നിദ്രയുടെ സമയം കഴിയുമ്പോൾ പ്രഭാതത്തിൽ നാം വീണ്ടും കാണും. അതാണ് നമ്മുടെ ഹൃദയത്തിലുള്ളതായിരിക്കുന്ന വലിയ പ്രത്യാശ. നമുക്ക് ധൈര്യപ്പെടാം. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചതായിരിക്കുന്ന ആ വലിയ പ്രത്യാശയ്ക്കും ആ വലിയ ധൈര്യത്തിനുമായിട്ട്, ആ ഉറപ്പിനായിട്ട് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ പ്രിയമാതാവിൻ്റെ ശരീരത്തെ വിശുദ്ധന്മാർക്ക് യോഗ്യമാവണ്ണം യാത്ര അയക്കാം. ഈ പ്രിയമാതാവിനെ വീണ്ടും കാണുമെന്നുള്ള പ്രത്യാശയോടുകൂടെ, സമാധാനത്തോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദുഃഖത്തിലായിരിക്കുന്ന, മാനുഷികമായിരിക്കുന്ന ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആ നിലയിൽ എൻ്റെ പ്രത്യേകമായിരിക്കുന്ന സ്നേഹവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ഈ അവസരം തന്നായിരിക്കുന്ന പ്രിയ സഭയ്ക്കും പ്രിയ കുടുംബത്തിനും പ്രത്യേകമായിട്ടുള്ള എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവത്തിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.